ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ചിന്നു. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി കയറി താമസമുണ്ട് കേട്ടോ. നമ്മുടെ ഓഫീസിലൊപ്പം വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ കയറി താമസമാണ്. അപ്പം നമ്മളെല്ലാവരും കാലത്ത് തന്നെ റെഡിയായി അങ്ങോട്ട് പോയിട്ടോ. ഇതാണ് കേട്ടോ വീട്. ഇതാണ് ചേച്ചി. ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കോട് കൂടി കാര്യപരിപാടികൾ അങ്ങ് ആരംഭിച്ചു. വീടിൻ്റെ താഴെ ഒരു ഷോപ്പിനുള്ള സ്പേസും മുകളിലായിട്ടായിരുന്നു കേട്ടോ അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഷോപ്പിനുള്ള സ്പേസിൽ വെച്ചിട്ടായിരുന്നു ഫുഡിങ് ഒക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട് കാണാനായിട്ട് കയറിയിട്ടോ. മുകളിലേക്ക് കയറുന്നതിന് മുമ്പേ അക്വേറിയം കാണാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി സ്റ്റെപ്പൊക്കെ കയറി നേരെ മേളിലേക്ക് പോയി. 3 മുറി, വലിയൊരു ഹാള്, ഓപ്പൺ കിച്ചൺ, ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് വീടൊക്കെ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ വീടൊക്കെ കണ്ടായിട്ട് നേരെ ഐഷു ചേച്ചിയുടെ മുറിയിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ വാങ്ങിച്ച സമ്മാനമൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തി തന്നെ അത് പൊട്ടിച്ച് നോക്കി. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഗിഫ്റ്റ്. ചേച്ചി അപ്പം തന്നെ നമ്മുടെ TV സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞ് അവിടെ നേരെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കാളൻ കറി സൂപ്പറായിരുന്നു കേട്ടോ. അച്ചു കുറച്ച് ചോറും കാളനും മീൻകറിയൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് തന്നപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പം തന്നെ ഉണ്ടായിരുന്ന ബിരിയാണി മാറ്റി വെച്ചിട്ട് ഞാനും കുറച്ച് ചോറും കാളൻ കറി മീൻകറി എടുത്ത് ചോറും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളെല്ലാവരും കൂടി ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി. ഐസ്ക്രീമിൻ്റെ തൊട്ടടുത്തായിരുന്നു ഇരുന്നത്. കാരണം എന്ന് വെച്ചാൽ തിരുമ്പ് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തിരുന്നിട്ട് എല്ലാവരും കൂടി ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ അച്ചുവിനൊക്കെ കുറച്ച് നേരത്തെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചുവും ഭാഗ്യയും സോനയും മുത്തും കൂടി പോയി. അവരായിരുന്നു ആദ്യം പോയത്. അടുത്ത ട്രിപ്പ് പോയത് ഞാനും ജീനയും വൃന്ദയും കൂടിയായിരുന്നു. ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകാനിരുന്നപ്പോഴായിരുന്നു കേട്ടോ മോനൂസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഹിൽ പാലസിൽ പോകണം, ചിന്നു നേരെ ഹിൽ പാലസിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടോ. പിന്നെ കൊച്ചുങ്ങൾ ആഗ്രഹിച്ചല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ നേരെ ഹിൽ പാലസിലേക്ക് ചെന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്കും സുവർണയും മോനൂസും അവിടെ ഉണ്ടായിരുന്നു. ആള് പാർക്കിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ആൾ ക്ഷീണിച്ചിരിക്കുവാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ രാജാവിനെ കാണാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ ടൈം വൈകിയത് കൊണ്ട് അവിടെ അടച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പിൽ കൂടെ അകത്തിട്ട് കയറാൻ പറ്റും. അപ്പം ഞങ്ങൾ അതുവഴി കയറി അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേക്കും അതും ഒരു സൈഡിൽ നിന്ന് അടച്ചു വരുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി മാനെ കാണാൻ പോയി. അങ്ങ് ദൂരെ നിന്ന മാനിനെയൊക്കെ ഞങ്ങൾ ഇല വെച്ചിട്ട് വിളിച്ച് ഞങ്ങളുടെ അടുത്ത് വരുത്തിയിട്ടോ. മോനൂസിനാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ഞാനൊരു ഇലയൊക്കെ കൊടുത്തു കേട്ടോ മാനിന്. മോനൂസിന് ഇല കൊടുക്കാൻ പേടിയായതുകൊണ്ട് അവൻ മാറി മാറി നിൽക്കുമായിരുന്നു. ഞാനിട്ട് അവനെ പിടിച്ച് തള്ളി അങ്ങോട്ട് വിട്ടു. പക്ഷെ അവൻ പോയില്ല. സുവർണയുടെ കൈയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ആളൊരു ഇല കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ അടുത്ത് തന്നെ കടയുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഓർഡർ ഇടുവാണ്, എനിക്ക് ആ സാധനം വേണം ഈ സാധനം വേണം എന്നിട്ട് പറഞ്ഞതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. താഴെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മുകളിൽ പോയിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഡൈനോസറിനെ കാണാൻ പോയി. ഡൈനോസറിനെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ അതുവഴി ഗ്രൗണ്ടിൽ പോയി. ഗ്രൗണ്ടല്ല, പ്ലേ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ സാധനങ്ങളിലും ലാസ്റ്റായിട്ട് ഒരു റൗണ്ട് ഞങ്ങൾ കയറിയിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി.